ശ്രീ ഗിരിദാസ് ആന ചികിത്സയോടൊപ്പം ടെലിഫോണിലാണ്. ശ്രീ ഗിരിദാസ്, ഈ ആനയുടെ മസ്തകത്തിൽ മുറിവേൽക്കുക, അത് പഴുത്ത് വ്രണമായി മാറുക എന്ന് പറഞ്ഞ ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലാണ് ആന ഉള്ളത്. അപ്പം അതിനെ ഒരു സ്റ്റാൻഡിംഗ് പൊസിഷനിൽ കുറച്ച് നേരത്തേക്ക് മയക്കുവെടി വെച്ച് നിർത്തി മുറിവിൽ മരുന്ന് വെച്ച് വിടുക എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ദൗത്യമാണ്. അത് എന്തുമാത്രം എഫക്റ്റീവ് ആയിരിക്കും? അതായത് ഇതിനിപ്പോ അവിടെ ഒരു മുറിവ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ മുറിവ് എത്രത്തോളം ആഴമുള്ള മുറിവാണ് എന്ന് നമുക്ക് ഇതുവരെ പറയാൻ സാധിച്ചിട്ടില്ല. അത് മയക്കുവെടി വെച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റില്ല. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. എങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിട്ട് അതിനെ മയക്കി അതിന് ആ മുറിവ് കൃത്യമായി ഡ്രസ് ചെയ്ത് ആവശ്യമായ ആന്റിബയോട്ടിക്കുകൾ നൽകിയാൽ ആനയെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അതാണ് എനിക്ക് തോന്നുന്നത് ഇവർ ഇത്രയും വേഗം അത് ചെയ്യാൻ കാരണം കുങ്കിനെ പോലും കാത്തു നിൽക്കാതെ തന്നെ പെട്ടെന്ന് അതിലേക്ക് മൂവ് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. കാരണം വൈകി കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷൻ വരും എന്നതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ടീം അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കാരണം വൈകിക്കൂടാ എന്നുള്ളതും പിന്നെ കുങ്കിയാനൊക്കെ വന്നാൽ ആ പ്രൊസീജിയർ ലാബ്സ് ഒഴിവാക്കാനായിട്ടാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ ട്രാവലൈസ് ചെയ്യുന്നു. ആ മുറിവിനെ കുറിച്ച് പരിശോധിക്കുന്നു. മുറിവിന്റെ കൃത്യത മനസ്സിലാക്കി അത് എങ്ങനെ ഉണ്ടായ മുറിവാണ് എന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ പന കുത്തിയിട്ടുണ്ടാവുക, പന തള്ളി ആനയാണെങ്കിൽ ചിലപ്പോൾ പനയുടെ എന്തെങ്കിലും മുറിവുണ്ടാവും, അതങ്ങനെ വരാം. അല്ല വേറെ ആനയുമായി ഫൈറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിന്റെ മുറിവുണ്ടാവും. അങ്ങനെ അതേതും ആവാം. പക്ഷെ ആ മുറിവിന്റെ ആഴത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് എത്തേണ്ടതുണ്ട്. അത് ഒരു ക്ലിനിക്കൽ ഒരു പരിശോധനയാണ്. അപ്പൊ അവിടെ അത് കൃത്യമായി പരിശോധിച്ച് ആ മുറിവ് കൃത്യമായി ഡ്രസ് ചെയ്ത് കൃത്യമായി ആന്റിബയോട്ടിക്കുകൾ നൽകി അതിന്റെ ജീവൻ തിരിച്ചുപിടിക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല ഗിരിദാസ്, ഇത് വൺ ടൈം ചെയ്താൽ മതിയാകുമോ? നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു ആനയ്ക്ക് സീരിയസ് ഓഫ് മുറിവ് അല്ലെങ്കിൽ ഇതിപ്പോ നമുക്ക് മുറിവിനെ കുറിച്ച് ഒരു ഐഡിയയും നമുക്ക് ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കുറെ കാലത്തേക്ക് പിടിച്ചു വെച്ച് ചികിത്സിക്കേണ്ടതാണെങ്കിൽ പിന്നെയും അതിനൊരു സമയം കൊടുത്ത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ പ്രിലിമിനറി ആയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ചികിത്സ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരിത് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു അനസ്തേഷ്യം വീണ്ടും വേണ്ടി വരികയാണെങ്കിൽ അത് നമുക്ക് പിന്നീട് ചെയ്യാവുന്ന കാര്യമാണ്. അതുകൊണ്ടൊന്നും ആനയ്ക്കൊന്നും സംഭവിക്കില്ല. കാരണം ഒരു അനസ്തേഷ്യ കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ രണ്ട് അനസ്തേഷ്യ ചെയ്തുകൊണ്ടൊന്നും ആനയ്ക്കൊന്നും സംഭവിക്കില്ല. അത് കൃത്യമായിട്ട് കാട്ടിലായതുകൊണ്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ആനയെ കുറിച്ച് ഒരു പ്രിലിമിനറി മുൻകാല റെക്കോർഡുകൾ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അത് ചിലപ്പോൾ അതിൽ ശരിയായി പോകുകയാണെങ്കിൽ ഒരു ലോങ് ആക്ടിങ് ആന്റിബയോട്ടിക് കൊടുത്ത് ഇതിന്റെ മുറിവ് കൃത്യമായി ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തനിയെ മാറാവുന്നേ ഉള്ളൂ. പിന്നെ ആ ഏരിയ മസ്തകമായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. മറ്റുള്ള ഭാഗങ്ങളും വ്യത്യസ്തമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് ഈ മുറിവ് എന്നതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. എങ്കിൽ പോലും ഈ സമയത്ത് ഈ ഒരു ചികിത്സാ രീതിയാണ് ആദ്യം അവലംബിക്കുക. എന്നിട്ടാണ് ഇനിയും അതിലേക്ക് കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമല്ലോ. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും അവിടെ ചെയ്യാൻ സാധിക്കും. ആനയെ നമുക്ക് വേണമെങ്കിൽ നടയ അമരം ബന്ധവസ്ഥാക്കി നിർത്തിയിടാലോ പിന്നീടല്ലേ. അപ്പൊ ആനയിൽ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ആനയെ എവിടെയെങ്കിലും നമുക്ക് തളച്ചിടാൻ പറ്റും. അമരം നടയും തളച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ചികിത്സ നമുക്ക് പിന്നീട് കൊടുക്കാലോ. എന്തായാലും ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും ശാശ്വതമായ പരിഹാരം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഈ പരിക്കേറ്റ ദുർബലാവസ്ഥയിലുള്ള ആനയെ നമ്മൾ മയക്കുവെടി വെക്കുക, പിന്നെ ബൂസ്റ്റർ ഡോസ് കൊടുക്കുക. മയക്കുവെടിക്ക് തന്നെ കുറെ കോംപ്ലിക്കേഷൻസ് ഇല്ലേ? മയക്കുവെടി വെച്ചതിന് ശേഷം ഇവിടെ പുലിയും കടുവയൊക്കെ ചത്തുപോയ അനുഭവം നമുക്ക് കേരളത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ ഇത്രയും ആരോഗ്യ പ്രശ്നമുള്ള ഒരു ആനയെ മയക്കുവെടി വെക്കുക, പിന്നീട് ബൂസ്റ്റർ ഡോസ് കൊടുത്ത് കുറച്ച് സമയം കൂടെ നീട്ടിയെടുക്കുക, അതിനകത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടോ ഗിരിദാസ്? അതായത് സാധാരണഗതിയിൽ നമ്മൾ ജനറലി ഒരു അനസ്തേഷ്യ കൊടുക്കുന്നത് എപ്പോഴാണ് ഒരാൾക്ക് പൂർണ്ണമായ ആരോഗ്യം ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അനസ്തേഷ്യയിലേക്ക് നമ്മൾ ജനറൽ ഹ്യൂമൻ മെഡിസിനിലേക്ക് പോകുക. പക്ഷെ ഇവിടെ വൈൽഡ് അനിമൽ ആകുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. അത് ആദ്യമായിട്ട് അപ്പൊ അതിന് പിടിക്കും. ആദ്യമേ നമ്മൾ അതിനൊന്നും ഫസ്റ്റ് ടൈം അപ്രോച്ച് എടുക്കുന്നതാണിത്. പ്രിലിമിനറി അപ്രോച്ചാണ് ഇത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ബൂസ്റ്റർ ഡോസിന്റെ ആവശ്യം ഇപ്പോൾ വരുന്നില്ലല്ലോ. കാരണം അത് ഒരു ട്രാൻസ്പോർട്ടേഷന്റെ സമയത്താണ് നമ്മൾ ആ ബോധാവസ്ഥ കണ്ടിന്യൂ ചെയ്യാനാണ് ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നത്. അതിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. പിന്നെ ഒരു മയക്കുവെടി ചെയ്തത് കൊണ്ട് ഇപ്പൊ ഉപയോഗിക്കുന്ന മരുന്നുകൾ അത്ര അപകടകരമായ മരുന്നല്ല. അത് കൃത്യമായുള്ള ഡോസ് അളവിൽ കൊടുത്താൽ ഒരു ആനയ്ക്കൊന്നും സംഭവിക്കില്ല. അല്ലാതെ പിന്നെ അത് വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല, തീറ്റ എടുത്തിട്ടുണ്ടാവില്ല. അതൊക്കെ ശരീരത്തിൽ വരുന്ന നമ്മൾ സാധാരണ ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ വരുമ്പോൾ ആ വീക്ക്നെസ് വരുമ്പോഴാണ് ഇതിൽ അപകടം സംഭവിക്കുന്നത്. ഇതിപ്പോ കൃത്യമായി വീക്ഷിച്ച് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വെള്ളം കുടിച്ചിട്ടുണ്ട്, വെള്ളത്തിന്റെ അടുത്തുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ആവശ്യമായി വെള്ളം കുടിച്ചിട്ടുണ്ടാവണം, തീറ്റ എടുത്തിട്ടുണ്ടാവണം. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് മയക്കുവെടി കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അപകടാവസ്ഥ ഉണ്ടാവില്ല. മറിച്ച് ഇതൊന്നും അറിയാത്ത കേസുകൾ വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്.